പ്രിയപ്പെട്ട സഹോദരന്മാരെ, കള്ളത്വരീഖത്തുകാർക്കുള്ള ഒരു ലക്ഷണം എന്താണ്? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇൽജാഇ ഉലൂമിദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. വമിൻഹും, ചില ആളുകൾ പൈശാചിക ദുർബോധനത്തിൽ അകപ്പെട്ട ചില കള്ളസൂഫികളുടെ ലക്ഷണം എന്താണ്? ഇദ്ദഅതു ഫിൽഖത്തുൻ ഇൽമൽ മഅരിഫ, ഒരു വിഭാഗം ആളുകൾ മഅരിഫത്തിന്റെ ആന്തരിക ജ്ഞാനമുണ്ട്, ആത്മജ്ഞാനമുണ്ട് എന്ന് വാദിക്കും. ഈ വാദിക്കുന്ന ആളുകളോ യതലഖൗന മിൻ മശായിഖിഹിം കലിമാത്തിൻ, അവരുടെ മശായിഖന്മാരിൽ നിന്ന് ചില കലിമത്തുകൾ ഏറ്റെടുക്കും, കേൾക്കും. എന്നിട്ടോ അതിങ്ങനെ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കും. ഹത്താ യത്റകുൽ ഹായിതു ഖിയാതതഹു, നെയ്ത്തുകാരൻ അവന്റെ തുന്നൽ ഏർപ്പാട് നിർത്തി. അതുപോലെ വസ്സാരിഉ സറഹു, കൃഷിക്കാരൻ അവന്റെ കൃഷിയെയും ഒഴിവാക്കി. എന്നിട്ട് ഈ കലിമത്തുമായി ഒരു ചുറ്റും എന്നും പറഞ്ഞിങ്ങനെ നടക്കും. അങ്ങനെ നടന്നിട്ടോ വയൻദുറു ഇലൽ ഫുഖഹാഇ വൽ ഉലമായി, പണ്ഡിതന്മാരിലേക്കും ഉലമാക്കളിലേക്കും അവർ നോക്കും. ദീൻ പഠിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്ന പണ്ഡിതന്മാരെ ബിഐനിൽ ഇസ്തിറാഇ, നിസ്സാരതയുടെ കണ്ണുകൊണ്ടാണ് അവർ നോക്കുന്നത്. നിസ്സാരതയുടെ കണ്ണുകൊണ്ടാണ് അവർ നോക്കുന്നത്. ഇങ്ങനെ നോക്കുന്ന ആളുകൾ ഒരു സ്ഥലത്ത് ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, ഫഹാദാ മിനൽ ഹംഖിയിൽ മഗ്റൂരീൻ, വഞ്ചിക്കപ്പെട്ട ദീനിനെ കുറിച്ച് അറിവില്ലാത്ത ആളുകളിൽ പെട്ടതാണ്, വഞ്ചിതരാവാൻ പാടില്ല. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഫൽ ആമിയു, ഒരു സാധാരണക്കാരൻ, ലൗ യദ്നി, അവൻ വ്യഭിചരിക്കുകയും മോഷണം നടത്തുകയും ചെയ്യുകയാണെങ്കിൽ, ഖൈറുൽ ലഹു, അവൻ ഉത്തമമാണ്, മിൻ അൻ യതകല്ലമ ഫീ മിത്ലി ഹാദിൽ, ഇതുപോലെയുള്ള മേഖലകളിൽ പ്രവേശിച്ച് സംസാരിക്കുന്നതിനേക്കാൾ ഓൻ വ്യഭിചരിക്കലാ നല്ലത്. കാരണം അത് യഖഉ ഫിൽ കുഫ്രി മിൻ ഹൈതു ലാ യദ്രി, അവൻ അറിയാത്ത മാർഗത്തിലൂടെ കുഫ്രിയത്തിൽ അകപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് വരെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിക്കുന്നു. ഇമാം മഖ്ദിസി റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിക്കുന്നു. ഇമാം ശഅറാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിക്കുന്നു. ഇത്തരം തത്വം അവരിൽ കാണുന്നു. ഒരു ശരിയായ മുരീദിനുണ്ടായിരിക്കേണ്ടത്, എന്റെ പ്രിയപ്പെട്ടവരെ, മഹാന്മാർ പറഞ്ഞു, വലാ തറയൽ ഫിൽ അർളി ദൂനക മുഅ്മിന വലാ കാഫിറൻ ഹത്താ തുയബ ഫിൽ ഖബരി. ഒരാളും തന്റെ താഴെയാണെന്ന് വിശ്വസിക്കാൻ പാടില്ല. ഒരു അവിശ്വാസി പോലും തന്റെ താഴെയാണെന്ന് വിശ്വസിക്കാൻ പാടില്ല. മരിക്കുമ്പോ ആരാണ് ഉന്നതൻ എന്ന് പറയാൻ കഴിയില്ലല്ലോ. അള്ളാഹു നമ്മളെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതുണ്ട്, ഗൗരവത്തോടെ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സാധാരണക്കാരെ ത്വരീഖത്തിൽ പ്രവേശിപ്പിക്കുക എന്ന വിഷയം, സാങ്കേതിക ഭാഷയിലുള്ള തെർബിയത്തിലേക്ക് എത്തിക്കുക എന്ന വിഷയം ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്തതാണ്.